ഒരു ജീവിത പങ്കാളിയെ ജീവിതത്തിലേക്ക് ആകർഷിക്കണമെന്ന് ആഗ്രഹിച്ചൊരു സ്ത്രീയുടെ കഥയാണിത്. അവരെല്ലാം ശരിയായി തന്നെയാണ് ചെയ്തത്. അതെങ്ങനെയുള്ള ആളായിരിക്കണമെന്നതിനെക്കുറിച്ച് മനസ്സിൽ തികഞ്ഞ വ്യക്തത വരുത്തി. അയാൾക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങളുടെ പട്ടിക തയ്യാറാക്കി സ്വന്തം ഉൾക്കാഴ്ചയിൽ ആ വ്യക്തിയെ കാണുകയും ചെയ്തു. ഇത്രയൊക്കെയായിട്ടും അയാൾ വന്നില്ല. ഒരു ദിവസം പുറത്തു പോയതിനു ശേഷം അവർ വീട്ടിൽ തിരിച്ചെത്തി ഗാരേജിൽ മധ്യഭാഗത്തായി കാർ പാർക്ക് ചെയ്യുകയായിരുന്നു. പെട്ടെന്നാണ് അവരത് ആലോചിച്ചത്. തന്റെ പ്രവർത്തികൾ തന്റെ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമാകുന്നുണ്ടെന്ന്. കാർ ഗാരേജിന്റെ ഒത്ത നടുവിൽ നിർത്തിയാൽ തന്റെ ഉത്തമനായ ജീവിത പങ്കാളിയുടെ കാർ എവിടെ നിർത്തും? നിർത്താൻ സ്ഥലമുണ്ടാവില്ല. അങ്ങനെ ഒരാൾ വന്നു ചേരുമെന്ന് അവർക്കുള്ളിൽ വിശ്വാസമില്ല എന്ന് പ്രപഞ്ചത്തോട് വിളിച്ചറിയിക്കുന്ന ഫലമാണ് ഈ പ്രവൃത്തി കൊണ്ടുണ്ടാവുന്നത്. അവർ ഉടൻ തന്നെ ഗാരേജ് വൃത്തിയാക്കി തന്റെ ഉത്തമ ജീവിത പങ്കാളിയുടെ കാർ കൂടെ നിർത്താൻ സൗകര്യമുണ്ടാക്കി. സ്വന്തം കാർ ഒരു വശത്ത് ചേർത്ത് പാർക്ക് ചെയ്യുകയും ചെയ്തു. തന്റെ മുറിയിൽ സ്വന്തം വസ്ത്രങ്ങൾ കുത്തി നിറച്ചു വെച്ചിരുന്ന അലമാരയിൽ വസ്ത്രങ്ങൾ ഒതുക്കി വെച്ച് ജീവിത പങ്കാളിക്ക് വസ്ത്രങ്ങൾ വെക്കാൻ സ്ഥലമുണ്ടാക്കി. കട്ടിലിൽ മധ്യഭാഗത്ത് കിടക്കുന്ന ശീലം മാറ്റി പങ്കാളിക്ക് കൂടെ കിടക്കാൻ കഴിയുന്ന വിധത്തിൽ തന്റെ ഭാഗത്ത് കിടക്കാൻ തുടങ്ങി. തന്റെ ജീവിത പങ്കാളി എത്തിച്ചേർന്നു എന്ന മട്ടിൽ ഉറച്ച വിശ്വാസത്തോടെയുള്ള പ്രവൃത്തികൾ അവർ ചെയ്യുവാൻ തുടങ്ങി. അധികം താമസിയാതെ അവർ സ്വപ്നം കണ്ട ആ വ്യക്തി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. അവ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നതിന് വിരുദ്ധമല്ല എന്നുറപ്പാക്കുക. അതെല്ലാം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന പോലെ ഭാവിക്കുക. അതെല്ലാം നിങ്ങൾക്കിപ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തെല്ലാം ചെയ്യുമോ അതെല്ലാം ചെയ്യുക. നിങ്ങൾ ഒരു ബന്ധം നിങ്ങളിലേക്ക് ആകർഷിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും ചുറ്റുപാടുകളും നിങ്ങളുടെ അഭിലാഷങ്ങൾക്ക് വിരുദ്ധമല്ല എന്നുറപ്പാക്കണം. സ്നേഹം നേടണമെങ്കിൽ സ്വയം സ്നേഹം കൊണ്ട് നിറയ്ക്കുക. നിങ്ങളൊരു കാന്തമായി മാറുന്നത് വരെ.